السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ആദരണീയനായ അധ്യക്ഷൻ താഹ സാർ അവരുടെ കൊണ്ട് ഈ മജ്ലിസിനെ ധന്യമാക്കിയ ഹുസൈൻ തങ്ങൾ അവരുടെ ഈ പരിപാടിക്കൊക്കെ ആകത്തുകയായ ആദരണീയനായ മൈലാപ്പൂർ ഷൗക്കത്ത് അലി മൗലവി അവരുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ പ്രശസ്തമായി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന നൗഷാദ് മൗലവി അവരുടെ സ്വാഗതം പറഞ്ഞ മുക്കൈൽ സാറ്, ഇവിടെ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരണീയനായ ഷൗക്കത്ത് അലി മൗലവി അവர்கள் അനവധി ഗ്രന്ഥങ്ങൾ, അതിൻ്റെ പ്രകാശനകർമ്മം ഈ തരീഖത്ത് മസ്ജിദിൻ്റെ ഓരത്ത് വെച്ചും നമ്മുടെ ജമാഅത്ത് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഹാളിൽ വെച്ചും അങ്ങ് പ്രസ് ക്ലബിൽ വെച്ചും ഒക്കെ അനവധി ഇടങ്ങളിൽ ധാരാളം പ്രകാശനങ്ങൾ നടന്നിട്ടുണ്ട്. ചിലതിലൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്കും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പരിപാടിക്ക് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വിശേഷത എന്ന് പറയുന്നത് പുസ്തക പ്രകാശനവും ശാമിലി അനുസ്മരണ സംഗമവും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 40 വർഷങ്ങളിലേറെയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാധുവിയ റാത്തീബ് അതിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് ആരാണ് മഹാനവറുകൾ എന്ന് സമൂഹം ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകണം ഈ പരിപാടിക്ക് എന്ന ആ ഭാവനാവിലാസം മഹാനവറുകളുടെ ഹൃദയത്തിൽ ഉദിച്ചത് ഇത് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. ഏതാണ്ട് നേരത്തെ ഇവിടെ ഉസ്താദ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ LPസിലോ UPസിലോ പഠിക്കുന്ന കാലഘട്ടത്തിൽ പാപ്പ ഒരു പുസ്തകം വിലക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഹെഡിങ് നോക്കുമ്പോൾ പരിപാലന വ്രതത്തിന്റെ പരിപാലന തത്വങ്ങൾ എന്ന ഗ്രന്ഥമാണ് മൈലാപ്പൂർ ഷൗക്കത്ത് അലി മൗലവി. മൈലാപ്പൂരും അറിയത്തില്ല, ഷൗക്കത്ത് അലി മൗലവി ആ കാലത്ത് എനിക്ക് അറിയത്തില്ല. അതിന്റെ ശേഷം പിന്നീട് പള്ളിമണ്ണ് HSൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെ അധ്യാപകനായിട്ട് വരികയുണ്ടായി. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ക്ലാസ്സിലേക്ക് ബഹുമാനപ്പെട്ടവർക്ക് വിഷയങ്ങളില്ലെങ്കിലും ഉച്ചയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് പള്ളിമൺ മേലെ കരയിൽ നിന്ന് ഇപ്പുറത്തെ കരയിൽ ഒരു തെക്കാവുണ്ട് നമസ്കരിക്കാൻ ഞങ്ങൾ ഒന്നിച്ചു വരും. അത് ഒരു വലിയ സന്തോഷത്തിന്റെ വക നൽകി വരുമ്പോൾ ഇങ്ങനെ കുശലങ്ങളും ഒക്കെ പറഞ്ഞ് വരുമായിരുന്നു. ഞാൻ ഹൈസ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് തന്നെ മൂപ്പർക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ വരികയും പോവുകയൊക്കെ ചെയ്തു. പിന്നീട് പലപ്പോഴും ഒക്കെ ബന്ധപ്പെടാനും ഇവിടെ വന്ന് നേർക്ക് നേരെ കാണുവാനും പല രംഗത്തും ഒന്നിച്ച് നിൽക്കുവാനും ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസരം നൽകി. ഇവിടെ കുറേ അധികം പുസ്തകങ്ങളുടെ പേര് പോലും ഇവിടെ വായിക്കുന്നുണ്ടായി. അതിൻ്റെ അപ്പുറത്തും പലതും രചിച്ചിട്ടുണ്ട്. അതിന് പുറമെ തന്നെ പല മാസികകളും മൂപ്പര് ഇറക്കിയിട്ടുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ സമീപ കാലഘട്ടത്ത് ഇറക്കി നിലച്ചുപോയ സ്വർഗവാതിൽ എന്ന് പറയുന്ന ഒരു മാസിക ഇറക്കി.
ആ പേരെന്തൊരു മനോഹാരിത, സ്വർഗവാദി. ഞാൻ ഹജ്ജിന് പോയപ്പോഴും ഉംറയ്ക്ക് പോയപ്പോഴും ഒക്കെ ഈ മക്കയില് പള്ളിയിൽ നമ്മൾ നിസ്കരിച്ചൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ആ റോഡിന്റെ സൈഡിൽ വാഹനം കൊണ്ടിട്ട് നമ്മളിവിടെ പാരിപ്പള്ളി ആറ്റിങ്ങലെന്ന് വിളിക്കുന്നത് പോലെ, കൊട്ടിയത്ത് കൊണ്ടിട്ട് വിളിക്കുന്നത് പോലെ അൽ മദീന അൽ മദീന എന്ന് വാഹനത്തിൽ ആള് വിളിക്കും. ഞാൻ കുറേ അവിടെ നിൽക്കും. അവരാ വിളിക്കുന്ന വിളി കേൾക്കാൻ, അൽ മദീന എന്ന് പറയുന്ന ആ വിളി, മദീനയോടുള്ള അഗമ്യമായ ആ പ്രേമം, ആ വിളി മുമ്പോട്ട് കാലുകൾ ചലിക്കാതെ ആ വിളിയും കേട്ട് ഏറെ നേരം നിൽക്കും. കൂടെയുള്ളവര് നമുക്ക് പോകാം, സാവകാശം നടക്കാൻ, ധൃതിപ്പെടണ്ടല്ലോ എന്നൊക്കെ പറയും. ആ ഒരു മാനസികാവസ്ഥ അനവധി മാസികകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും സ്വർഗവാതിൽ, ഈ വാതിലിലൂടെ കടന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ടുള്ള സ്വർഗവാതിൽ എന്ന് പറയുന്ന ആ മാസിക എപ്പോഴും ഞാനത് ഒരു ലക്കവും മുടങ്ങാതെ വായിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ആ പേര് അതെന്റെ മനസ്സിൽ നിന്ന് മങ്ങാതെ മായാതെ കിടക്കുകയാണ്. റൊമാനികളെ, ആ തരത്തിലെല്ലാം അനവധി രംഗങ്ങളിൽ പ്രശോഭിതനായ മഹാനവറുകളെ സംബന്ധിച്ച് ഇന്ന് പ്രത്യേകമായി വെച്ചത് ശാദുലി അനുസ്മരണ സംഗമം എന്നുകൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിലും റാത്തീബിൽ പങ്കെടുക്കുന്നവരും അതിന്റെ പരിസരത്തുള്ളവരും അത് കേൾക്കുന്നവരും അത് ചർച്ച ചെയ്യുമെങ്കിലും എല്ലാവർക്കും അതിനെക്കുറിച്ച് പറയാനും ചർച്ച ചെയ്യാനും അവസരം വരുന്നില്ലല്ലോ. അതും ഒന്നുണ്ടാകണം എന്ന ആ ഉത്കൃഷ്ടമായ താല്പര്യം ഇന്നത്തെ ഈ പരിപാടിയിൽ കൂടി ഉൾക്കൊള്ളിച്ചപ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അങ്ങ് ആഫ്രിക്കയുടെ വടക്കേ അറ്റത്ത് മൊറോക്കോയിൽ ജനിച്ചയാളാണ് ഈ മഹാനായ ശാദുലി ഇമാം. മഹാനവറുകളുടെ തരീഖത്തിൽ അധികവും പങ്കാളികളാകുന്നത് ആരിഫീങ്ങളും ആലിമീങ്ങളുമാണ് അതിന്റെ കൂടുതൽ പങ്കാളിത്തം ഏറ്റെടുക്കുന്നത്. അത് ഇന്ന് ലോകത്ത് വ്യാപകമായ നിലയിൽ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഖിയാമ നാൾ വരെ അതിന്റെ തർബീയത്തിന്റെ മശായിഖുമാര് അറ്റുപോവുകയില്ല എന്ന് മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുള്ള ഒരു തരീഖത്താണ് ഈ ശാദുലി തരീഖത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 16ാമത് പുത്രനാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലൂടെ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മൊറോക്കോയിൽ ഒരു സംഘം സൈന്യത്തെ അയക്കേണ്ട ആവശ്യം വന്നപ്പോൾ അയക്കുകയും അവർ പടവെട്ടി അവിടെ വിജയം വരിക്കുകയും അവിടെ താമസമാക്കുകയും ചെയ്ത അഹ്ലുൽ ബൈത്തിൽ നിന്ന് 16ാമത്തെ പുത്രനായിട്ടാണ് മൊറോക്കോയിലെ മഹാനായ ശാദുലി ഇമാം ജന്മമെടുക്കുന്നത്. 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ള് ചെയ്തുകൊണ്ട് സ്വന്തം നാട്ടിൽ തന്നെ ആദ്യ വിദ്യാഭ്യാസം തുടങ്ങി. അവിടെ നിന്ന് പിന്നീട് മനസ്സ് കൊതിച്ചുകൊണ്ടിരുന്നത്, നേരത്തെ പ്രിയപ്പെട്ട നൗഷാദ് ബാക്കവി അവർ പറഞ്ഞതുപോലെ, മനസ്സ് കൊതിച്ചുകൊണ്ടിരുന്നത് ആത്മീയ വിദ്യയുടെ ആ വഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന ആഗ്രഹത്തിൽ അവിടെ നിന്ന് തന്നെ സാമാന്യം ആത്മീയതയുടെ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് അതിന്റെ ഒരു ഉന്നതമായ പദവിയിലേക്ക് ഇറങ്ങണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇറാഖിലേക്ക് പോവുകയും അവിടെ മഹാനായ അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന വാസുത്തി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എത്തുകയും കണ്ട ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മെനക്കെട്ട് ഇവിടെ വരെ വന്നത്? നിങ്ങളുടെ നാട്ടിൽ തന്നെ അങ്ങ് മൊറോക്കോയിൽ ഉണ്ടല്ലോ അൽ ഖുത്ബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഷെയ്ഖ് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ട് തിരിച്ച് നിങ്ങൾ മൊറോക്കോയിലേക്ക് തന്നെ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞയച്ചു. അവിടെ ചെന്ന് അന്വേഷണം നടത്തിയപ്പോൾ അബ്ദുസ്സലാം ഇബ്നു മശീഷ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സൂഫിവര്യനായ ഖുത്ബിന്റെ പദവിയിലെത്തിയിരിക്കുന്ന
മഹാനവറുകൾ എവിടെയാണ് താമസിക്കുന്നത്? അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു മലയുടെ മൂർധാവിലാണ്. അടിയിൽ ചെന്ന് കുളിച്ച് ഒളു ചെയ്ത് ഒരു പാവപ്പെട്ട ഫക്കീറിനെ പോലെ മൂപ്പരുടെ അടുക്കലേക്ക് ചെല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് മല കയറി മൂപ്പരുടെ അടുക്കലേക്ക് ചെന്നെത്തിയതേ ഉള്ളൂ. അങ്ങോട്ട് സലാം പറയുന്നതിന് മുമ്പ് മർഹബൻ യാ അലി എന്ന് വിളിച്ചുകൊണ്ട്, ആ പേര് വിളിച്ചുകൊണ്ട് മഹാനവറുകൾ ഇങ്ങോട്ട് പ്രതികരിക്കുക. എന്നിട്ട് ആ നിന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുതൽ തുടങ്ങി ഈ 16ാമത്തെ തലമുറയിലുള്ള മുഴുവൻ പേരെയും 16ാമത്തെ ആളിന്റെ പേരും അങ്ങോട്ട് ചെന്ന് ഒന്നും ചോദിക്കാതെ പറയാതെ ആ മുഖത്തേക്ക് ദർശിച്ചുകൊണ്ട് മഹാനായ മശീസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് പറയുകയും അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും കാര്യങ്ങൾ ഗ്രഹിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഏതൊരാളിന്റെയും വിജ്ഞാനം ഫലപ്രദമാകുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് വായനക്കാരുണ്ടാകണം, ശിഷ്യഗണങ്ങൾ ഉണ്ടാകണം, പഠിക്കാൻ ആളുകൾ ഉണ്ടാകണം. മശീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ശാദുലയിലേക്ക് പോവുക, ആഫ്രിക്കയിൽ നീ ശാദുലയിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് നിനക്ക് അള്ളാഹു നാമകരണം ചെയ്യും ശാദുലി എന്ന്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ജനങ്ങളെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്ന ആ ഏർപ്പാടിൽ നീ ഏർപ്പെടുക. അനന്തരം നീ ടുണീഷ്യയിലേക്ക് പോവുക, അവിടെ വെച്ച് അള്ളാഹു നിനക്ക് കുതുബിന്റെ പദവി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ശാദുല എന്ന സ്ഥലം കണ്ടെത്തി അവിടേക്ക് എത്തുന്നു. ബഹുമാനികളെ, അവിടെ നിന്ന് ഈ പ്രബോധന കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ആ സ്ഥലത്തിലേക്ക് ചേർന്ന് നിസ്ബ ചെയ്തുകൊണ്ടാണ് ശാദുലി എന്ന പേര് കൊടുത്തതെന്നും, അതല്ല ശാദുലി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച ശാദുലി അള്ളാഹു വെച്ച പേരാണ് ശാദുലി എന്നത്. ശാദുലി 2 തരത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ നിലയിൽ അവിടെ കഴിഞ്ഞുകൂടുകയും പ്രബോധനം ചെയ്യുകയും അനന്തരം ടുണീഷ്യയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഖുതുബിന്റെ പദവിയിലേക്ക് ഉയരുകയും ആ നിലയിൽ അനവധി പണ്ഡിതന്മാരെ സമീപിച്ചുകൊണ്ട് മഹാനവറുകളുടെ തരീഖത്തിന്റെ പങ്കാളിത്വം, ശിഷ്യത്വം സ്വീകരിക്കുന്നു. ഞാൻ ഷൗക്കത്ത് അലി മൗലവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് വിലായത്തിന്റെ ദർജയിലെത്തിയ ഉന്നതന്മാർ എഴുതിയിട്ടുണ്ട്. നേരെ മറിച്ച് ഷാദുലി ശൈഖ് അവറുകള് ഗ്രന്ഥങ്ങളൊന്നും കൂടുതൽ എഴുതിയിട്ടില്ല. അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചിലർ ചോദിച്ചു, അങ്ങ് എന്താണ് ഗ്രന്ഥരചന നടത്താത്തത്? ഞാൻ ഗ്രന്ഥരചന നടത്താത്തത് എന്റെ രചന എന്റെ ശിഷ്യന്മാരാണ്. എന്റെ രചന എന്റെ ശിഷ്യന്മാരാണ്. അവർ വേണ്ടുവോളം ഗ്രന്ഥങ്ങൾ രചിക്കാനുള്ള ശേഷിയും കഴിവും ഒക്കെ ഉള്ളവർ അവരിലുണ്ട്. ആ കാര്യം അവർ നിർവഹിച്ചു കൊള്ളും എന്ന് മഹാനവറുകളോട് അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിൽ കിടപ്പുണ്ട് മഹാനായ ഷൗക്കത്ത് അലി മൗലവി അവர்கள். അതിന്റെ ഒരു കണ്ണിയാകാനുള്ള സൗഭാഗ്യം നേരത്തെ സൂചിപ്പിച്ച ഷെയ്ഖ് അബ്ദുള്ള എന്നവരിലൂടെ അവസരം ലഭിച്ചുവെങ്കിൽ ഈ എഴുത്തുകൾക്ക് അതും ഒരു പ്രേരണയും പ്രചോദനവുമായി തീർന്നിട്ടുണ്ടാകാമെന്ന് മഹാനവറുകൾ അന്ന് പറഞ്ഞ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ, വിലയിരുത്താൻ സാധിക്കും. ബഹുമാനികളെ, മഹാനവറുകളെ സംബന്ധിച്ച് ഒരുപാട് കറാമത്തുണ്ട്. ഒരിക്കൽ ശിഷ്യഗണങ്ങളെ ഇരുത്തിക്കൊണ്ട് അവരെ തർബിയത്ത് ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു, എനിക്ക് അടുത്തിരുന്നു കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, അകൽച്ചയിലായാലും നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിയും. കൂട്ടത്തിൽ ഒരു ശിഷ്യൻ അടുത്തിരിക്കുമ്പോൾ സഹായിക്കുന്നതിന്റെ കൈവാക്കുണ്ട്, അകലെയായിരിക്കുമ്പോൾ എങ്ങനെയാണ് സഹായിക്കൽ ഉണ്ടാകുക എന്നൊരു തോന്നല് കൽവിൽ തോന്നി. അടുത്ത ദിവസം അയാൾക്ക് അലക്സാണ്ടറിയയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അലക്സാണ്ടറിയയിൽ പോയിട്ട് അവിടുത്തെ കടലോരത്ത് ചെന്ന് വിശ്രമിക്കാമെന്ന് കരുതി അവിടെ വിശ്രമിച്ചു. മഗ്‌രിബ് നിസ്കരിച്ചു. മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ദിക്റിലായിരിക്കുമ്പോൾ പുറകിൽ വന്ന് ആരോ തട്ടി. ആരെങ്കിലും ഫക്കീറുമാരായിരിക്കും തട്ടിയത് എന്ന് കരുതി തിരിഞ്ഞു നോക്കിയപ്പോൾ വളരെ സൗന്ദര്യവതിയായ യോഗ്യതയായ
ധാരാളം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന, ഇന്നത്തെ കൃത്രിമ ലിപ്സ്റ്റിക് ഒന്നും തേച്ചിട്ടില്ലാത്ത ഒറിജിനൽ സൗന്ദര്യത്തിന്റെ ഉടമയായ ഒരു ചെറുപ്പക്കാരിയാണ് ഒന്ന് മുന്നോട്ട് തട്ടിയത്. അവർ ഞെട്ടലോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? എനിക്ക് നിങ്ങളെയാണ് വേണ്ടത്. അടുത്ത മറുപടി, എനിക്ക് നിങ്ങളെയാണ് വേണ്ടത്. ഞെട്ടിപ്പോയി, അല്ലാഹുവേ, ഇവളുടെ ഈ ചതിവിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടാൻ ശ്രമിച്ചപ്പോൾ അവള് കടന്നു പിടിച്ചു. ആ പിടുത്തത്തിൽ അയാൾക്കൊന്നും കഴിഞ്ഞില്ല. ഒരു പെണ്ണാണ് പിടിച്ചിരിക്കുന്നതെങ്കിലും ഈ മനുഷ്യൻ കുതറി മാറാൻ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ഒരു കരം നീണ്ടു വന്നുകൊണ്ട് ആ മനുഷ്യനെ പിടിച്ച് വലിച്ചെറിയുന്നു. ആ പിടുത്തത്തിൽ നിന്ന് വേർപെടുത്തി എറിയുന്നു. അല്പം അകലെ ചെന്ന് വീണ് തിരിഞ്ഞു നോക്കിയപ്പോൾ പിടിച്ച ആളുമില്ല, പെണ്ണുമില്ല, ചെറുപ്പക്കാരിയില്ല, ഈ പിടിച്ച ആളുമില്ല. ഈ അല്പനേരത്തെ പിടിവലിയിലൂടെ വളരെ ക്ഷീണിതനായി ആ നിലയിലാണ് നാട്ടിലേക്ക് വന്നപ്പോൾ മഹാനായ ശാദുലി ശൈഖ് അവറുകള് അദ്ദേഹത്തിന് ഇന്ന് കണ്ടില്ലല്ലോ പള്ളിയിൽ, നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു പള്ളിയിലുള്ളവർ. അവര് ചെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം സുഖമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. സുഖമില്ല എങ്കിലും അയാളെ എടുത്തുകൊണ്ട് നിങ്ങൾ വാ, കൊണ്ടുവന്ന മുന്നിലാക്കൊടുത്ത് പറയും, ഇനി നിങ്ങളൊക്കെ ഒന്ന് മാറി നിന്ന്. നീ നിന്റെ മനസ്സിൽ വിചാരിച്ചില്ലേ ദൂരെ ആയിരിക്കുന്ന ശൈഖ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? നിന്നെ ആ പെണ്ണിട്ട് പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്തിട്ട് നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മാറാൻ കഴിയാതെ വന്നപ്പോൾ നിന്നെ രക്ഷപ്പെടുത്തിയതാരാ? നിന്നെ രക്ഷപ്പെടുത്തിയതാരാണ്? എനിക്ക് മാപ്പാക്കണം, ഞാനങ്ങ് വിചാരിച്ചു പോയി, ഞാനങ്ങ് ചിന്തിച്ചു പോയത്. മശായിഖുമാരുടെ വഴിയിൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന സഹായങ്ങളും കാര്യങ്ങളും എത്ര വലുതാണെന്ന് അതല്ലാതെ ഉള്ളവർ മാറി ഇരുന്നുകൊണ്ട് ചിന്തിച്ചാൽ അതിനെ പരിഹാസപൂർവ്വം കാണുന്നവർ ഉൾപ്പെടെയായിരിക്കും ഉണ്ടാവുക. ബഹുമാനികളെ, ആ തരത്തിൽ ആ മഹാനെ അനുസ്മരിക്കാൻ ഒരവസരം നമുക്ക് ഈ വേദിയിലൂടെ മഹാനായ സ്വർഗത്താലി മൗലവി അവർ ഒരുക്കി തന്നുവെങ്കിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പള്ളികൾ അവിടെ വെച്ചൊക്കെ നമ്മൾ അത് വിതരണം ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അതൊക്കെ നമ്മൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആത്മീയതയുടെ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. ആത്മീയതയുടെ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വിചാരിക്കും, ഞാൻ പള്ളിയിൽ പോകുന്നല്ലോ, ഞാൻ നിസ്കരിക്കുന്നല്ലോ, ഇതൊക്കെ ചെയ്യുന്നില്ലേ, പിന്നെ എനിക്ക് എന്തിന്റെ കുറവാണ് ഉള്ളത് എന്ന് തോന്നും. ഒരു ബാദുഷാ, ദീനിയായ ജീവിതം നയിച്ച സമ്പന്നനായ ബാദുഷാ തന്റെ മകള് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നു. അവൾക്കൊരു ഭർത്താവിനെ വേണം. അവളുടെ കൂടി നിർദ്ദേശമാണ്, എനിക്ക് തഖ്വയുള്ള ഒരു മനുഷ്യനായിരിക്കണം എന്റെ ഭർത്താവ്. അന്വേഷണം നടത്തി ഒരുപാട് പരിധി നടന്നപ്പോൾ വളരെ തഖ്വയിൽ ജീവിക്കുന്ന ചെറ്റക്കൂരയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അറിയാൻ കഴിയും. ചെറ്റക്കൂരയായിരുന്നാലും എന്റെ വിഷയം എനിക്കൊരു വിഷയമല്ല, മറിച്ച് തഖ്വ ഉണ്ടായിരിക്കണം. ആ നിലയിൽ ആ മനുഷ്യനെ തൃപ്തിപ്പെട്ട് വിവാഹാലോചന ഉറപ്പിച്ചു. അതിന്റെ ദിവസം നിശ്ചയിച്ചു. തലേന്ന് ഈ ചെറ്റക്കൂരയിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യൻ ഒരു റൊട്ടി കഷ്ണം കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഒരല്പം ഒടിച്ച് കഴിച്ചിട്ടും ബാക്കി ഒരു കടലാസിൽ പൊതിഞ്ഞ് ആ ചെറ്റക്കൂരയുടെ വാരിയിലോട്ട് കയറ്റി വെച്ചു. ഇതെന്തിനാണ്? നാളെ ആ വിവാഹം, പുതിയ എണ്ണ വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഒന്ന് ആദ്യത്തെ ദിവസം ഒരു സന്തോഷത്തിന്റെ വക നൽകണ്ടേ എന്ന് കരുതിയിട്ട് ഈ റൊട്ടിയുടെ കഷ്ണം ആ വാരിയിൽ ഇങ്ങനെ ചെരുകി വെച്ചു. ബഹുമാനികളെ, പിറ്റേ ദിവസം നിക്കാഹ് നടന്നു. ഈ വാരിയും കൊണ്ട് ഈ ചെറ്റക്കൂരയിലേക്ക് വന്നിരുന്ന് അല്പം കഴിഞ്ഞപ്പോൾ ആ വാരിയിൽ കൈയിട്ട് ഇന്നലെ ഒടിച്ചു കഴിച്ചതിന്റെ ബാക്കി റൊട്ടി കഷ്ണം എന്നിട്ട് ഭാര്യയുടെ കയ്യിൽ വളരെ സ്നേഹപൂർവ്വം കൊടുത്തു. ഭാര്യ ചോദിച്ചു, ഇതെന്താണ്? ഇത് ഞാൻ ഇന്നലെ എനിക്ക് റൊട്ടി കഷ്ണം കിട്ടി, അത് ഞാൻ അല്പം എടുത്ത് അതിൽ നിന്ന് കഴിച്ചിട്ട് ഇന്ന് നീ പുതിയ പെണ്ണായിട്ട് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് തരാൻ വേണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ അത് ഒടിച്ച് എടുത്തതിന്റെ ബാക്കി അവിടെ പൊതിഞ്ഞു വെച്ചതാണ്. പെട്ടെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരി പൊട്ടിക്കരഞ്ഞു.
അള്ളാഹുവെ ഈ തരത്തിൽ തഖ്വയില്ലാത്ത ഒരു മനുഷ്യനാണല്ലോ എന്നെ കെട്ടിച്ചു കൊടുത്തത്. ഇന്നലെ ആ റൊട്ടി കൊടുക്കാൻ, ഈ മനുഷ്യന് റൊട്ടി കൊടുക്കാൻ കഴിയുന്ന അള്ളാഹു ഇന്നും ഉണ്ട് എന്ന് ചിന്തിക്കാനും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറെടുക്കാതെ ഇത് ഒടിച്ചു മാറ്റിവെച്ചപ്പോൾ ഈ സ്ത്രീയുടെ തഖ്വ അയാൾക്കുള്ള തഖ്വയില്ലാതല്ല, വളരെ തഖ്വയിലാണ് അവർ ജീവിക്കുന്നത്. ആ ഭാര്യ അതിനേക്കാളും തഖ്വയുള്ളവരാണ്. ആ നിലയിൽ ആന്തരികമായ വശത്തിലൂടെ അള്ളാഹുവിന്റെ അടുപ്പം ശ്രദ്ധിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ജീവിതം നയിക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഈ സാധുക്കളുടെ അതുപോലെയുള്ള മശായിഖന്മാരുടെ തരീഖത്തിന്റെ വഴിയിലൂടെ അതിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള പരിശ്രമം കൂടി നമ്മളിൽ ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇതിൽ കൂടി ഈ അനുസ്മരണവും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ബാഹ്യമായ വശങ്ങൾ കണ്ട് എന്തൊക്കെയോ കൈയടക്കിയെന്ന് തോന്നൽ മാറ്റിവെച്ചുകൊണ്ട് നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ നേടാറുണ്ട് എന്ന വിചാരണ നാം അല്ലാഹുവിലേക്ക് അടുക്കുന്നതിന് വഴികൾ സ്വായത്തമാക്കാൻ നാം പരിശ്രമിക്കണം. അതിന് നാഥനും യജമാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രായച്ച ഘട്ടത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നും ഞാൻ ഒരു ദിവസവും മുടങ്ങാതെ മൂപ്പർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ആ ആയുസ് നീണ്ടു കിട്ടാനും ഒരുപാട് ഗ്രന്ഥരചന നടത്താനും എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ ഇളക്കി പറിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗവാതിൽ അതൊന്നും പുനരാരംഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അത്ര മനോഹാരിതയും അത്ര സൗന്ദര്യവും ആ പേരിനകത്ത് ആരുടെയും ഒരു എഴുത്തുകാരുടെയും ഭാവനയിൽ കടന്നുകൂടിയിട്ടില്ലാത്ത അത്ര മഹത്തരമായ ഒരു മാസികയായിരുന്നു. അതുപോലെ ധാരാളം എഴുതുവാനും ഇനിയും ആ ഉള്ളവകളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിജ്ഞാനത്തിന്റെ വെളിച്ചം പുറത്തു വരാനും ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറച്ച് വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്.